ആവർത്തിച്ച് പറയുന്നതാണ്. അല്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കൂ, വാഹനമെടുത്ത് ഇറങ്ങാതിരിക്കൂ, അല്ലെങ്കിൽ ഈ മേഖലകളിൽ രക്ഷാദൗത്യം കാണാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടാതിരിക്കും. നിങ്ങൾക്ക് അത്തരത്തിൽ ആസ്വദിച്ച് കാണാനുള്ള ഒന്നല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്നത് വലിയ ഹാർഡ് വർക്കാണ്. അവിടെ മനുഷ്യത്വത്തിൻ്റെ പരമാവധി നടക്കുകയാണ്. ഏതെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ അവരെ കരയിലേക്ക് എത്തിക്കാനുള്ള അങ്ങേയറ്റം മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ഭഗീരഥ പ്രയത്നം അവിടെ നടക്കുകയാണ്. മനുഷ്യസാധ്യമായതിൻ്റെ പരമാവധി നടക്കുകയാണ്. ആ നടക്കുന്നതിനിടയിൽ ഇത് കാണാൻ ഇറങ്ങിപ്പോയി അവർക്ക് ശല്യമുണ്ടാക്കരുത് എന്ന് മാത്രമാണ് ആഗ്രഹം. നേരത്തെയും സൂരജ് സജ്ജി അവിടെ ചാലിയാർ പുഴയത്ത് പോകുമ്പോഴേക്കും ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവിടുത്തെ തന്നെയല്ല കാണാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ മൃതദേഹങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങുന്നത് എന്ന് അറിയില്ല. എന്താണത് അത് നൽകുന്ന സന്തോഷമെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഈ കാഴ്ച. മുഖ്യമന്ത്രി അടക്കമുള്ളവർ, മന്ത്രിമാരടക്കമുള്ളവർ ആവർത്തിച്ച് പറയുന്നുണ്ട്, ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇത്തരത്തിൽ ദുരന്തം കാണാൻ മട്ടിലേക്ക് ഇറങ്ങി പുറപ്പെടില്ലെന്ന് പറയുന്നുണ്ട്. ഇറങ്ങി പുറപ്പെടാതിരിക്കൂ, അതുണ്ടാക്കുന്ന ശല്യം ആ മേഖലയിൽ ചെറുതല്ല. സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ ദുരന്തം കാണാൻ ഇറങ്ങുന്നവർ ഉണ്ടാക്കുന്ന ശല്യം ചെറുതല്ല നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും അപ്പോഴും വാഹനങ്ങൾ ഇറങ്ങാണ്. നോക്കൂ, നീണ്ട ട്രാഫിക്, ആംബുലൻസുകളുടെ നീണ്ട നിര കാണാം. ഈ ആംബുലൻസുകൾ കടന്നു പോകേണ്ട റോഡാണ്. അവിടെ ഒരാൾ ഇറങ്ങി വന്ന് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്ന ബ്ലോക്ക് ചെറുതല്ല. അതൊരു പക്ഷേ വില കൊടുക്കുക, ഒരു ജീവൻ്റെ വില കൊടുക്കേണ്ടി വരും. സുർജിത്ത്, ഇപ്പോഴും അത്തരത്തിൽ ആളുകൾ ഈ മേഖലകളിലേക്ക് ഇത് കാണുക എന്ന ഉദ്ദേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടു വരുന്നുണ്ടോ? ഈ ദുരന്തം ആസ്വദിക്കുക എന്നുള്ള തരത്തിലേക്ക് ആരും ഇവിടേക്ക് എത്തരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് പറയാനുള്ളത്. രക്ഷാപ്രവർത്തനത്തെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇവിടുത്തെ പ്രത്യേകിച്ച് വാഹനങ്ങളുമായൊക്കെ ഇവിടേക്ക് വരുമ്പോൾ, ഇത് കാണാനായി എത്തുമ്പോൾ ഈ മേഖലയെ സംബന്ധിച്ച് മേഖല സ്തംഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഇടുങ്ങിയ റോഡാണ് ഈ മേഖലയിലേക്കുള്ളത്. മാത്രമല്ല പലയിടത്തും തകർന്ന റോഡാണ് ഈ പ്രദേശത്തേക്കുള്ളത്. ഇതിന്റെ നിർമ്മാണം പാതി വഴി നിൽക്കുന്ന സ്ഥിതിയിലാണ് ഈ റോഡുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒരു വാഹനം കയറി വന്നാൽ സ്വാഭാവികമായും അത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള നീക്കത്തെ അത് ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് ഇത് ഇവിടെ കാണാൻ വരരുന്ന അഭ്യർത്ഥന പൊതുവെ ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം സജീവമായി കൈമൈ മറന്ന ആളുകൾ അതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. സൈന്യം മുതൽ ഈ ഏറ്റവും ഇവിടുത്തെ സിവിലിയൻസ് വരെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വിവിധ സംഘടനകൾ അവരുടെ സംഘടനകളുടെ നേതൃത്വത്തിൽ അവരുടെ രക്ഷാപ്രവർത്തന നടപടികളെല്ലാം തന്നെ തുടരുന്നുണ്ട്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ വീണ്ടും തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. മഴ വീണ്ടും ശക്തമായിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. പക്ഷെ പെയ്യുന്ന മഴ വളരെ ശക്തമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ നിമിഷത്തിൽ ശക്തമായ മഴപ്പെയ്ത്താണ് ഇപ്പോൾ ഈ മുണ്ടക്കൈ, ഒപ്പം തന്നെ ഈ ചുരൽമല മേഖലയിലെല്ലാം തന്നെ സംഭവിക്കുന്നത്. ആ തരത്തിൽ തന്നെയാണ്. എന്തായാലും ഈ യന്ത്രം കൊണ്ടുള്ള പണികളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. JCB എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് ഈ പാലത്തിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളെല്ലാം തന്നെ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ മുണ്ടക്കൈ മേഖലയിൽ ഒരു JCB എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ JCB എത്തിച്ചത് കൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തന നടപടികൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുമുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി, ഏറ്റവും വലിയ മാനുഷിക തലത്തിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയായി കാണുന്നത്. കുരുന്ന് മൃതദേഹങ്ങൾ വരെ, ഇന്ന് 2 കുരുന്ന് മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും കൊണ്ടുപോയത്. ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് മാത്രം എടുത്ത് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ആശ്വാസ കാഴ്ചകളാകെ 2 ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് ഇന്നലെ കഴുത്തോളം ചെളിയിൽ മുങ്ങുന്ന ഒരാളെ രക്ഷപ്പെടുന്ന കാഴ്ചകളായിരുന്നു. 2 ഇന്ന് ഈ മുണ്ടക്കൈയിൽ ട്രീവാലി റിസോർട്ടിൽ ഉണ്ടായിരുന്നവരെ അതിസാഹസികമായി പുറത്തേക്ക് എത്തിക്കുന്ന കാഴ്ച. അതിൽ ഒരുപാട് 5 വയസ്സുള്ള കുഞ്ഞടക്കം കുടുംബത്തോടക്കം ഉണ്ടായിരുന്നു. കുറേ കുഞ്ഞു കുട്ടികളെ അടക്കം രക്ഷപ്പെടുന്ന കാഴ്ച. അതൊക്കെ ഈ ദുരന്തത്തിനിടയിൽ നേരിയ ഒരു നെടുവീർപ്പ്, ആശ്വാസ നെടുവീർപ്പിന് ഇട നൽകിയ ദൃശ്യങ്ങളാണ്. ബാക്കി നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നതൊക്കെ അങ്ങേയറ്റം സങ്കടത്തിൻ്റെ, അങ്ങേയറ്റം മൃതദേഹങ്ങളുടെ, അങ്ങേയറ്റം മൃതദേഹാവശിഷ്ടങ്ങളുടെ വല്ലാത്ത വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ്. ഈ ദൃശ്യങ്ങൾ ഇനി ഒരിക്കലും കേരളം കാണാതിരിക്കട്ടെ എന്നാഗ്രഹിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ കാണുകയാണ്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അട്ടമലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന അട്ടമലയിലും 150ഓളം ആളുകൾ കുടുങ്ങിപ്പോയിരുന്നു. അവിടെ പക്ഷേ ഈ മുണ്ടക്കൈ പോലെ വലിയ ദുരന്തം ഉണ്ടായില്ല എന്നതാണ് ഭാഗ്യം. അവിടെ ആളുകൾ അവിടെ സ്ട്രാൻഡഡ് ആയപ്പോൾ അവിടെ കുടുങ്ങിപ്പോയി എന്നുള്ളത് അവരെ പുറത്തേക്ക് എത്തിക്കാൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മുണ്ടക്കൈ അട്ടമല എന്ന് പറഞ്ഞാൽ ഈ പാലം കഴിഞ്ഞ് ഇറങ്ങി ഇടത്തോട്ട് പോകുന്നത് അട്ടമലയാണ്, വലത്തോട്ട് പോകുന്നത് മുണ്ടക്കൈയാണ്. ഈ 2 സ്ഥലങ്ങളിലെയും ജീവനോടെ ഉള്ള ആൾക്കാരെ പരമാവധി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രക്ഷാദൗത്യത്തിൻ്റെ 2ാം ദിനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ജീവനോടെ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഇനിയും എത്ര പേർ എവിടങ്ങളിലൊക്കെ ഉണ്ടെന്നറിയില്ല. പ്രാണൻ്റെ തുടിപ്പുകൾ ഏതെങ്കിലും വീടുകൾക്കടിയിലുണ്ടോ, ഏതെങ്കിലും റബിൾസിനടിയിൽ അല്ലെങ്കിൽ കെട്ടിടാവശങ്ങൾക്കടിയിൽ ഇപ്പോഴും പ്രാണന് വേണ്ടി ഒരു രക്ഷാകരം തങ്ങളിലേക്ക് നീണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും പരിക്കേറ്റ മറ്റോ കിടക്കുന്നുണ്ടോ എന്നറിയില്ല. ആ അന്വേഷണത്തിൻ്റെ ദൗത്യസംഘമുള്ളത് വലിയ വലിയ പാറകൾ അവിടെ നട്ടിയടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ആ പാറകൾക്കിടയിൽ അവിടെ ഇനി മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ JCBകളും വോൾവോകളും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നത്. അതിനിടയിൽ ഇന്ന് രാജ്യസഭയിൽ അമിത്ഷാ പറയുന്നുണ്ട്, വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ 7 ദിവസം മുൻപ് കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. സംസ്ഥാന സർക്കാർ അത് വലിയ വീഴ്ച ഉണ്ടായിട്ടെന്ന് അദ്ദേഹം രാജ്യസഭയിൽ പറയുകയാണ്. ഉറപ്പായും അതൊരു പൊളിറ്റിക്കൽ കൊണോട്ടേഷൻ അതിലുണ്ട്. 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അപ്പോൾ അതിന് മറുപടി ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഇതാരുടെ കുറ്റം എന്ന് ചർച്ച ചെയ്യേണ്ട സമയമല്ല, ഇത് ബ്ലെയിം ഗെയിമിലുള്ള സമയമല്ല. എന്താണ് പരിഹാരം, അല്ലെങ്കിൽ ഗാഡ്ഗിൽ നടപ്പാക്കിയാൽ പരിഹാരമാകുമോ എന്നത് സംസാരിക്കേണ്ട സമയമാണോ എന്നറിയില്ല.